നമ്മുടെ കയ്യിൽ 20 വർഷമുണ്ട്. 20 വർഷം നമ്മൾ ബിസിനസ് ചെയ്യുന്നു, അതിൽ നിന്ന് നമ്മൾ ചെറിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ആ പ്രോഫിറ്റ് ഉപയോഗിച്ച് നമ്മൾ 20 വർഷം ജീവിക്കുന്നു. അതിൻ്റെ ഒരു പോർഷൻ നമ്മൾ സേവ് ചെയ്യുന്നു. ആ സേവിങ് ഷുഡ് ബി സഫിഷ്യൻറ്റ് ഫോർ us to live for next 25 years. അപ്പോൾ എത്ര % സേവ് ചെയ്യേണ്ടി വരും അല്ലേ? നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ഫസ്റ്റ് വൺ, ഇൻവെസ്റ്റിംഗ് ഇൻ ഇക്വിറ്റി ഈസ് റിസ്കി. ഇതെല്ലാവരും കേട്ടിട്ടുണ്ട്. സെക്കൻഡ് സെൻറ്റൻസ് ആരെങ്കിലും കേട്ടോ? നോട്ട് ഇൻവെസ്റ്റിംഗ് ഇൻ ഇക്വിറ്റി ഈസ് റിസ്കി. ഇതാരെങ്കിലും കേട്ടോ? So that's what I will say the second one. The reason is no other investments beats inflation. അപ്പോൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാത്ത ഒരു അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇതല്ലേ റിയൽ റിസ്ക്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ how many of you want to retire at 60? ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളുണ്ടോ? Take one example. 60. What age you started business? 40 start ചെയ്തു. So he has 25 years. 25 years to do business, right? 20 years. 20 years to do business. ഇനി 60 റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് ഈസ് എക്സ്പെക്റ്റഡ് ടു ലീവ് അറ്റ് 85, right? So he has to save for next 25 years. ഈ 25 ഇയേഴ്സിൻ്റെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് എക്സ്പെൻസ് ഈ 20 ഇയേഴ്സിൽ സേവ് ചെയ്യണം. അപ്പോൾ ഈ 20 ഇയേഴ്സിൽ കിട്ടുന്ന സേവിങ്സിൻ്റെ എത്ര % സേവ് ചെയ്യേണ്ടി വരും? ഐ ഹോപ്പ് ചോദ്യം മനസ്സിലായിരുന്നു. നമ്മുടെ കയ്യിൽ 20 വർഷമുണ്ട്. 20 വർഷം നമ്മൾ ബിസിനസ് ചെയ്യുന്നു, അതിൽ നിന്ന് നമ്മൾ ചെറിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ആ പ്രോഫിറ്റ് ഉപയോഗിച്ച് നമ്മൾ 20 വർഷം ജീവിക്കുന്നു. അതിൻ്റെ ഒരു പോർഷൻ നമ്മൾ സേവ് ചെയ്യുന്നു. ആ സേവിങ് ഷുഡ് ബി സഫിഷ്യൻറ്റ് ഫോർ us to live for next 25 years. അപ്പോൾ എത്ര % സേവ് ചെയ്യേണ്ടി വരും? more than 100% സേവ് ചെയ്യേണ്ടി വരും അല്ലേ? അവിടെയാണ് കോമ്പൗണ്ടിങ് കംസ് ടു യുവർ ഹെൽപ്പ്. more than 100% സേവ് ചെയ്യൽ പോസിബിൾ അല്ല, പ്രാക്ടിക്കൽ അല്ല, റൈറ്റ്? ഇൻകം എത്ര ബിസിനസ്സിലുണ്ടാവും? 25 ഇയേഴ്സ് കഴിഞ്ഞ് നിലനിന്നിട്ടുള്ള ഒരു നിങ്ങളുടെ ചുറ്റുപാടുള്ള ഒരു 10 ബിസിനസ് വേണം. ലീവ് ദ കോർപ്പറേറ്റ്സ്. എനിക്കറിയാം, ഇപ്പോൾ ടാറ്റ റിലയൻസ് ഒക്കെ പറയുന്നത് എനിക്കറിയാം. either are we going to be grow biggest Tata Birla or we need to save this. Which is the easier one? This is the easier one. ഇത് പോസിബിൾ ആണ്, provided if you save just 20% of your savings for 20 years. ഇത് പോസിബിൾ ആണ്. Just by saving 20% of your present earnings, you can achieve financial freedom within next 20 years. The only thing you need to save in the right asset class, which helps you to beat inflation. അവിടെയാണ് ഈ സെക്കൻഡ് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. If you are not investing in equity, this is not going to happen. So that is where the risk happens, അല്ലെങ്കിൽ risk starts. ഈ ചാർട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. So this is why not investing in equity is even more riskier. FD റിട്ടേൺ മൈനസ് ടാക്സ് കഴിഞ്ഞിട്ടുള്ള റിയൽ റിട്ടേൺ, ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു. How many of you believe that real estate is a good asset class to invest? So how many of you believe that real estate is good asset class to invest and grow our money? Nobody believes? Sorry? Okay. ഇതൊക്കെ ഇപ്പം മനസ്സിലായി തുടങ്ങിയല്ലേ? 5 വർഷം മുമ്പ് എത്ര പേര് പറയുമായിരുന്നു? So if you look at the historical data, last 20 years average is 9. This is purely because 2000 to 2010, ആ ഒരു പീരീഡ് വാസ് ദ ഗോൾഡൻ പീരീഡ് ഫോർ റിയൽ എസ്റ്റേറ്റ്. ആ 10 വർഷത്തെ റിട്ടേൺ കുറച്ച് കൂടി കിടക്കുന്നതുകൊണ്ട് ലാസ്റ്റ് 20 ഇയേഴ്സിൻ്റെ ആവറേജ് കുറച്ച് കൂടുതലാണ്. Except that, if you look into any year it is beating inflation, is the compounding rate.
And if you remove registration charge, property tax, maintenance charge, have you ever thought about what is the rental yield from a property? ഒരുപാട് പേര് പറയാറുണ്ട് സ്ഥലം വാങ്ങി വാടകയ്ക്ക് കൊടുത്ത് നല്ല വാടക കിട്ടും, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. ഇപ്പോൾ കോഴിക്കോട് ഒരു വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഹൗ മച്ച് ഇറ്റ് കോസ്റ്റ്? ഒരു റാൻഡം എക്സാമ്പിൾ, 1 CR. ഓക്കെ, 1 CRന്റെ പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഹൗ മച്ച് യു വിൽ ഗെറ്റ് ദ റെന്റ്? ഹൗ മച്ച്? 20,000. 35,000 you are getting. Okay, what is an average you are getting? 20? What, 25? Between 20 to 25. ഇനി ഇത് 25 into 12 എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം കിട്ടാവുന്ന റെന്റ് 3 lakhs അല്ലേ? ഈ 3 lakhsൽ എത്ര ബ്രോക്കറേജ് പോകും? ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്ക് 1 month റെന്റ് പോകും, റൈറ്റ്? അത് കഴിഞ്ഞാൽ എവറി 3 year നമ്മൾ പെയിന്റ് ചെയ്യണം. സോ ഒരു ഈ 3 lakhsന്റെ ഒരു 20-25% ഇത്ര എക്സ്പെൻസ് ആയിട്ട് പോകും. പിന്നെ പ്രോപ്പർട്ടി ടാക്സും പോകും. സോ നെറ്റ് ഓഫ് ഓൾ ദീസ് തിങ്സ് വി ഹാവ് അറൗണ്ട് 2 lakhs. So 2 lakhs divided by 1 crore. What is the percentage? 2%. This is a hard reality in India. The rental yield in India is 2%. Anybody know what is the world average? ദുബായിൽ, കോഴിക്കോട് ആയതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് കൂടുതലും ദുബായ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഉണ്ടായിരിക്കും. സോ വാട്ട് ഈസ് ദ റെന്റൽ yield there? 1 lakh. Right? Assume the property price is 2 crores. കാരണം ഇവിടുത്തെ ഡബിൾ ആയിരിക്കും അവിടെ. സോ 2 crore property, 1 lakh rent. 1 lakh into 12 lakhs. 12 lakhs divided by 2 crores, 6%, right? So when I get a rental yield of 6% in abroad, 2% in India, 2 or 2.5% in India, is it make sense? Why that massive gap? It's because of the property prices in India is massively inflated. It's too high compared to world average. I'll tell you further example. If you go to UK, go to Canada, go to Australia, where I think some of friends will be there. You might have heard that rent is cheaper than EMI. EMI is cheaper than the rent. So that they are buying instead of rent. ശരിയാണോ അല്ലേ? സോ അവിടെ ഹൗസിംഗ് ലോൺ എടുത്ത് പ്രോപ്പർട്ടി വാങ്ങിച്ചാൽ പോലും അടയ്ക്കേണ്ട EMI അതർവൈസ് നമ്മൾ റെൻ്റായിട്ട് പേ ചെയ്യുന്നതിനേക്കാൾ കുറവാണ്. വാട്ട് ഈസ് ദ റീസൺ? പ്രോപ്പർട്ടി പ്രൈസസ് ആർ റീസണബിൾ. വാട്ട്സ് ഇൻ ഇന്ത്യ? 1 കോടിയുടെ പ്രോപ്പർട്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് 80-85 lakhs ലോൺ അല്ലേ? അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 85 lakhs ലോൺ EMI വിൽ ബി അറൗണ്ട് 75,000. അതർവൈസ് ആ പ്രോപ്പർട്ടി റെന്റിന് എടുക്കണമെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞു 20,000 ഈസ് ദ റെന്റ്. വാട്ട് ഈസ് ദ റീസൺ? പ്രോപ്പർട്ടി പ്രൈസസ് ആർ മാസീവ്ലി ഇൻഫ്ലേറ്റഡ്. റൈറ്റ്? സോ ഈസ് ഇറ്റ് എ ഗുഡ് ഇൻവെസ്റ്റ്മെന്റ്? ദ ഓൺലി തിങ് ഈസ് ദ എന്ന് വെച്ചാൽ വീട് വേണ്ടേ? what I will say is, if you want to live, നമ്മൾ കാർ വാങ്ങുന്നുണ്ട്. ആരെങ്കിലും ഇൻവെസ്റ്റ്മെന്റും പ്രോഫിറ്റും നോക്കിയിട്ടാണോ കാർ വാങ്ങാറ്? ഇറ്റ് ഈസ് ഫോർ അവർ യൂസ് അല്ലേ? നല്ലൊരു കാർ വാങ്ങാം, നന്നായി ഡ്രൈവ് ചെയ്യാം, യൂട്ടിലിറ്റിയാണ്, കൺവീനിയൻസ് ആണ്. സെയിം തിങ് വിത്ത് പ്രോപ്പർട്ടി ഓൾസോ. വി ആർ കൺസ്യൂമിങ് ഇറ്റ്, വി ആർ യൂസിങ് ഇറ്റ്, ദർ ഈസ് എ ഡിപ്രീസിയേഷൻ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തൊരു സാധനം ഇറ്റ്സ് നോട്ട് മെന്റ് ഫോർ അപ്രീസിയേഷൻ, ഇൻക്ലൂഡിങ് പ്രോപ്പർട്ടി. റെന്റിന് താമസിക്കുന്ന അസറ്റ് അല്ല, റെന്റിന് താമസിച്ചാൽ അതർവൈസ് EMI അടയ്ക്കാവുന്ന എമൗണ്ട് സേവ് ചെയ്താൽ വി ക്യാൻ ക്രിയേറ്റ് മാസീവ് വെൽത്ത്. സെയിം ലൈഫ് സ്റ്റൈൽ അഫോർഡ് ചെയ്യാം. അപ്പോൾ ഈ ടൗണിൽ നിങ്ങൾക്ക് ജീവിക്കണം, 1 crore പ്രോപ്പർട്ടി താമസിക്കണം. യു യുവർ സെൽഫ് സെഡ് 20,000 ഉണ്ടെങ്കിൽ വിൽ ഗെറ്റ് ദ സെയിം ലൈഫ് സ്റ്റൈൽ, റൈറ്റ്? സോ ഈ പ്രോപ്പർട്ടി വാങ്ങുകയാണെന്നെങ്കിൽ EMI ഒരു 75 ഉണ്ട്. സോ ദർ ഇസ് എ ഡിഫറൻസ് ഓഫ് 50,000. സോ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു യൂസ് ദാറ്റ് 50,000. അത് അടിച്ചു പൊളിച്ച് കളഞ്ഞെങ്കിൽ അടിച്ചു പൊളിച്ച് കളയാം. If you save that 50,000 over a period of 20 years, you can create wealth. ഏതെങ്കിലും they are making business. You are doing business, right? They are also doing business. ഏതെങ്കിലും ബിൽഡർ പ്രോപ്പർട്ടിയിൽ വരുന്ന ഇൻക്രീസ് പെർസെൻറ്റേജിൽ പറയുന്നത് നിങ്ങൾ കേട്ടോ? മ്യൂച്വൽ ഫണ്ട് ധൈര്യമായിട്ട് പറയാം, if you invest you will get this % return, right? Even bank FD, this is the return.
ഈവൻ ഗോഡ്, ദിസ് ഇസ് എ പെർസെന്റ് ഓഫ് റിട്ടേൺ യു സി. റിയൽ എസ്റ്റേറ്റിൽ ഏതെങ്കിലും ബിൽഡർ പറയുന്നത് കേട്ടോ, ഞങ്ങളുടെ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ദിസ് ഈസ് എ CAGR യു ആർ ഗോയിങ് ടു ഗെറ്റ്. കേട്ടിട്ടുണ്ടോ? ദേ ആർ സ്മാർട്ടർ. കാരണം ഇതിന്റെ പെർസെൻറ്റേജ് വർക്ക്ഔട്ട് ചെയ്താൽ ഇറ്റ്സ് റഫ്ലി കംസ് 3.5. ഈ 3.5 എന്നൊരു ഫിഗർ കേട്ടാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. തിരിച്ച് ഞാൻ പറയാം, 1 കോടിയുടെ ഫ്ലാറ്റ് വാങ്ങി 20 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്ക് 2 കോടിക്ക് വിൽക്കാം. നിങ്ങൾ മേടിക്കുമല്ലോ. ഇപ്പം തിങ്കിങ് ഒന്ന് മാറി അല്ലേ? 20 കൊല്ലം കഴിഞ്ഞ് 2 കോടി ആവണതിൻ്റെ പെർസെൻറ്റേജ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ 3.5. That's it. There is again brain has a problem. 1 കോടിയുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കൊക്കെ മാറി എവിടെ 1 കോടി അല്ലേ? 3.5% എന്ന് പറഞ്ഞാൽ വീണ്ടും ഉറങ്ങി ടക്ക്. സെയിം ഡിഫറൻസ്. ബ്രെയിനിന് അറിയില്ല പെർസെൻറ്റേജിനെ എങ്ങനെ പ്രോസസ്സ് ചെയ്യണം. ഇതിനാണ് ഫിനാൻഷ്യൽ ലിറ്ററസി, ഒരു ഫിനാൻഷ്യൽ ഇൻ്റലിജൻസോട് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങും ഡിഫറൻ്റ് ആവും.